കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ പുറത്തു വരുന്നു. കെ സുധാകരന് സീറ്റില്ല. സുധാകരൻ കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും. സുധാകരൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാനും സാധ്യത. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുക്കം മാരത്തോൺ ചർച്ചകൾക്കൊടുക്കം സുധാകരന് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു. അതിൽ ഡി ധനുഷ് സുമോദ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. സുമോദ്, സുധാകരന് സീറ്റില്ല എന്ന് ഔദ്യോഗികമായി സുധാകരനെ പാർട്ടി നേതൃത്വം അറിയിച്ചോ? സുധാകരന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെ സുമോദ്? അതായത് ഈ ലിസ്റ്റിൽ പേരുണ്ടെന്നോ ഇല്ലെന്നോ സുധാകരനെ പാർട്ടി ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല. പക്ഷേ എം പിമാർ മത്സരിക്കേണ്ട എന്ന് തന്നെയാണ്, നിയമസഭയിലേക്ക് ലോക്സഭാ എം പിമാർ മത്സരിക്കേണ്ട എന്ന് തന്നെയാണ് പാർട്ടി നിലപാട്. പക്ഷേ സുധാകരൻ പറയുന്നത് സുധാകരന് നേരത്തെ ഉറപ്പ് ഖാർഗെയും മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും നൽകിയതാണ്. പക്ഷേ ആ ഉറപ്പ് നൽകാതെ അദ്ദേഹത്തെ വഞ്ചിക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇന്ന് മാധ്യമങ്ങളെ അദ്ദേഹം വിളിച്ചുകൂട്ടി ഇക്കാര്യങ്ങൾ തുറന്നു പറയാനും അദ്ദേഹം ഈ സ്വതന്ത്രനായി അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കാനായിരുന്നു തയ്യാറായിരുന്നത്. പക്ഷേ അതിനിടയിൽ സമവായവുമായി എത്തിയത് രമേശ് ചെന്നിത്തലയായിരുന്നു. രമേശ് ചെന്നിത്തല സമവായത്തിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തോട് കാത്തിരിക്കാനായിരുന്നു സൂചിപ്പിച്ചത്. ആ തരത്തിൽ അദ്ദേഹം ഇതുവരെ കാത്തിരുന്നു. പക്ഷെ കാത്തിരുന്നിട്ട് പ്രത്യേകിച്ചൊരു മറുപടി ഉണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹം ഇനി കേരളത്തിലേക്ക് പോവുകയാണ്. കേരളത്തിൽ 9:45 വിമാനത്തിനാണ് അദ്ദേഹം കേരളത്തിലേക്ക് പോകുന്നത്, കണ്ണൂരിലായിരിക്കും ഇറങ്ങുന്നത്. കണ്ണൂരിൽ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം കൃത്യമായി ഒരു നിലപാട് എടുക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അതോ നാളെയോ? പ്രഖ്യാപനം നാളെ ആയിരിക്കുമോ? അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം ബാക്കി നിൽക്കുകയാണ്. നാം ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിന്റെ മുന്നിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഈ ഫ്ളാറ്റിൽ നിന്നും ഈ പുറത്തേക്ക് കടന്നു വരും. അതിനുശേഷം അദ്ദേഹം ഈ മാധ്യമങ്ങളോട് തൻ്റെ നിലപാട് എന്താണ് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മോട് അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം ഇതിനകം തന്നെ രമേശ് ചെന്നിത്തല വിളിച്ചതിന് ശേഷം എ കെ ആന്റണിയും അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. എ കെ ആന്റണി അദ്ദേഹത്തോട് സംസാരിച്ചത് ഒരു കാരണവശാലും പാർട്ടി വിട്ട് പോകുന്ന ഒരു നിലപാട് നിങ്ങൾ എടുക്കരുത്. കാര്യം ആ തരത്തിൽ പാർട്ടി വിട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ ഒരു മൂന്നാം പിണറായി സർക്കാർ വരുന്നതിന് ഇടയാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും പാർട്ടി വിട്ട് പോകരുത് എന്നുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. അത് ഈ എല്ലാ കാഴ്ചകളും ഈ എല്ലാ ഉപദേശങ്ങളും കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെ ഇരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ ടി.ഒ. മോഹനനെ കണ്ണൂർ സീറ്റിൽ നിന്നും ഒഴിവാക്കി അദ്ദേഹത്തിന് കണ്ണൂർ സീറ്റ് മത്സരിക്കാൻ അനുവാദം നൽകും എന്ന് തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ AICC-യുമായി ബന്ധപ്പെട്ട് സുധാകരന് സീറ്റ് നൽകിയില്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വരുംവരായികളുടെ കാര്യത്തിൽ കൃത്യമായ ആലോചനകളും ചർച്ചകളും നടത്തിയതിന് ശേഷം മാത്രമാണോ സുധാകരന് സീറ്റ് കൊടുക്കണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്? അതായത് കഴിഞ്ഞ ഫെബ്രുവരി 18 ചേർന്ന യോഗത്തിലായിരുന്നു ഇക്കാര്യം ആദ്യം ആലോചന നടത്തിയത്. പക്ഷേ അന്ന് പറഞ്ഞിരുന്നത് ഇത് നമുക്ക് വിശദമായ കൂടിയാലോചന നടത്തിയതിനു ശേഷം ഹൈക്കമാൻഡ് ഇക്കാര്യങ്ങൾ അറിയിക്കുമെന്ന് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഹൈക്കമാൻഡ് ഈ കാര്യങ്ങൾ അറിയിക്കാതെ ഒരു മാസത്തോളം നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അതായത് സുധാകരന് സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം പോലും അറിയിക്കാതെ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ലോക്സഭാ എം പിമാർ മത്സരിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യം സുധാകരനെ അറിയിക്കുന്നത്. അപ്പോഴും സുധാകരൻ പറയുന്നതാണ് നേരത്തെ എനിക്ക് നൽകിയ വാക്കാണിത്, അതുകൊണ്ട് ഈ വാക്കിൽ നിന്നും ഒരു കാരണവശാലും നിങ്ങൾ പുറകോട്ട് പോകരുത് എന്നുള്ളൊരു കാര്യം സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ സുധാകരന് വലിയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹം ഇത്തരത്തിൽ മത്സരിക്കാൻ അവസരം നൽകും എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. ഇനി മത്സരിക്കാൻ അവസരം നൽകിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ അദ്ദേഹം
തയ്യാറാണ് എന്നുള്ളൊരു സൂചനയായിട്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് കേരള ഹൗസിലെത്തുകയും NOC സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്തത്. അതായത് നാമനിർദ്ദേശ പത്രികയ്ക്ക് സമർപ്പിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ആണ് കേരള ഹൗസിൽ നിന്ന് വാങ്ങിയെടുത്തത്. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം ഒരു മത്സരിക്കില്ല എന്ന് തന്നെയായിരുന്നു ദേശീയ നേതൃത്വത്തിൻ്റെ കണക്കൂട്ടൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് ദേശീയ നേതൃത്വത്തിനായാലും കാര്യങ്ങൾ കൃത്യമായി ഒരു ബോധ്യപ്പെട്ടു വരുന്നത്. അദ്ദേഹം സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ നിലപാട് എന്താണ് എന്നുള്ളൊരു